ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നാഗദോഷത്തെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാത്തൊരു ടോപ്പിക്കാണ്. എന്തായാലും ഞാൻ എൻ്റെ ഉദാഹരണം ഇന്നലെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഗദോഷം ഉള്ള ആളുകൾക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല ക്ഷേത്രങ്ങളുണ്ട്. പാമ്പിൻ്റെ പൂജകൾ ചെയ്യുന്ന അമ്പലങ്ങളുണ്ട്. ആമേടമനയുണ്ട്, പിന്നെ നമ്മുടെ പാമ്പ് മേക്കാവ് ഉണ്ട്. അങ്ങനെ പല അമ്പലങ്ങളുണ്ട്. നമ്മൾ ഒഴിപ്പിക്കുന്നത് അങ്ങനത്തെ ചടങ്ങുകളൊക്കെ അവരാണ് ചെയ്യുന്നത്. അവരാണ് അതിൻ്റെ അതോറിറ്റി. നമുക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. അതായത് കർണാടകയിൽ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം. സുബ്രഹ്മണ്യൻ അവിടെ പാമ്പിൻ്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചേക്കുന്നത്. സർപ്പത്തിൻ്റെ രൂപത്തിലാണ് സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്നത്. സുബ്രഹ്മണ്യപുരം എന്നാണ് അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. കുക്കെ എന്നാണ് പറയുന്നത്. കർണാടകയിലാണ്. അവിടെ ഒരു യാഗശാലയുണ്ട്. ഞാനവിടെ പോയിട്ടുണ്ട്. ഞാനവിടെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഒരാളുടെ കൂടെ പോയതാണ്. 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാനൊരു പൂജ ചെയ്തായിരുന്നു. കാരണം പാമ്പിൻ്റെ എന്തെങ്കിലും വലിയൊരു സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ വേറെ ആളുടെ കൂടെ പോയപ്പോൾ ഞാൻ ചെയ്തായിരുന്നു. അത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം അത് ചെയ്ത ശേഷം എനിക്ക് നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കാരണം നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മൾ പല ക്ഷേത്രങ്ങളിലും പൂജകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ മോശമെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ. അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അവിടുത്തെ പരിപാടി എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അവിടെ നമുക്ക് ഈ സർപ്പ സംസ്കാര പൂജ എന്ന് പറഞ്ഞ പൂജയുണ്ട്. അപ്പോൾ ഈ പൂജ നേരത്തെ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം. അത് അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അത് ചിലപ്പോൾ 1 മാസം 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പൂജ ബുക്ക് കിട്ടുള്ളൂ. കാരണം അത്ര തിരക്കുമാണ് അവിടെ. ഒരു ദിവസം 200ഓളം പേരുടെ പൂജ അവിടെ നടക്കുന്നുണ്ട്. ഈ അമ്പലത്തിന് പുറയിലായിട്ട് ഒരു ചെറിയൊരു പുഴ പോലെയുണ്ട്. ആ പുഴയും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറയിലാണ് യാഗശാല. യാഗശാല എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഷെഡാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഓരോ കളങ്ങളുണ്ട്. ഒരു കള്ളികൾ വച്ചിട്ട് ഫുള്ള് ഇങ്ങനെ കള്ളികൾ വച്ചിട്ടേക്കുണ്ട്. ആ കള്ളികളിൽ ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ നമുക്കവിടെ ടോക്കൺ കിട്ടും. ടോക്കൺ കിട്ടുമ്പോൾ ആ നമ്പർ ഏതാണോ ആ നമ്പറിലാണ് നമ്മൾ പോയിരിക്കേണ്ടത്. അവിടെ നമുക്കായിട്ട് ഒരു പൂജാരി വരും. ഓരോ ക്ലയൻറ്റിനും ഓരോ പൂജാരിയാണ്. അപ്പോൾ അതിലേക്ക് 200ഓളം പൂജാരികളുണ്ട് അവിടെ. അവർ ഈ മറ്റേ കാസർഗോഡുള്ള കുറേ മലയാളികളുണ്ട്. പിന്നെ കർണാടകത്തിനുള്ള അവിടെയുള്ള ആൾക്കാരുണ്ട്. നല്ല മനുഷ്യന്മാരാണ്. നല്ല പൂജാരികളാണ് കേട്ടോ. അവർ ഈ എമ്പ്രാന്തിരി എന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ആൾക്കാരാണ്. അവരാണ് പൂജ ചെയ്യണത്. അപ്പോൾ നമ്മൾ പൂജ ബുക്ക് ചെയ്ത് 4500 രൂപയാണ് ഒരു പൂജയ്ക്ക്. നമ്മൾ കുടുംബത്തിലേക്ക് ഒരെണ്ണം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3-4 പേർക്ക് അതിൽ പങ്കെടുക്കാമെന്ന് തോന്നും. അപ്പോൾ കുടുംബത്തിൽ എല്ലാവരും പോയി അത് പങ്കെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വീട്ടിൽ സർപ്പത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സർപ്പത്തിനെ അതിങ്ങനെ മരിച്ചുപോയ സർപ്പത്തിനെ ആദ്യം സംസ്കരിക്കും ഫസ്റ്റ് ഡേയിൽ. അതിൻ്റെ ശേഷക്രിയകൾ ചെയ്തിട്ട് സെക്കൻഡ് ഡേയിൽ അതിന് മോഷം കൊടുക്കുന്നതായിട്ടുള്ള ചടങ്ങാണത്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണെന്ന് തോന്നുന്നു. 2 ദിവസം പൂജയാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം പോയിട്ട് അവിടെ ഹോട്ടലിൽ താമസിക്കണം വൈകുന്നേരം. എന്നിട്ട് രാവിലെ വെളുപ്പിന് 5 മണിയാകുമ്പോൾ 5-6 മണി സമയത്ത് ആണ് പൂജ തുടങ്ങുന്നത്. ആ സമയത്ത് നമ്മൾ പോയിട്ട് നമ്മൾ ആ നിശ്ചയിച്ചേക്കണ ആ സ്ഥലത്ത് പോയി അവിടെ ഇരിക്കണം. അപ്പോൾ നമുക്കായിട്ടുള്ള പൂജാരി അവിടെ വരും. ആ സമയത്ത് കൃത്യമായിട്ട് ആ നമ്പറിലുള്ള ആൾ വരും. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യണം. നമ്മൾ വെറുതെ ഇരുന്നാൽ അവിടെ പൂജ ചെയ്ത് ഇതിനെ അവിടെ അഗ്നിയിൽ സമർപ്പിക്കും. ഈ നാഗത്തിന് നാഗം ഉണ്ടാക്കിയാണ് ഒരു സാധനം കൊണ്ട് നാഗത്തിന് ഉണ്ടാക്കും. എന്നിട്ട് അതിന് സമർപ്പിച്ച് അന്നത്തെ ദിവസം പരിപാടി കഴിഞ്ഞ്. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ അമ്പലത്തിൽ നമുക്ക് കയറാൻ പാടില്ല. അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഫുഡ് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കണം, പുറത്തുനിന്ന് കഴിക്കാൻ പാടില്ല. അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ടോ. ഇത് കഴിഞ്ഞ് 2ാം ദിവസം. അപ്പോൾ 2ാം ദിവസം നമ്മളവിടെ തങ്ങണം. അങ്ങ് പോകാൻ പാടില്ല. 2ാം ദിവസം രാവിലെ വെളുപ്പിന് പോയിട്ട് ഒരു പൂജയുണ്ട്. അതിനകത്ത് ഇതിന് മോഷം കൊടുക്കുന്നതായ ഒരു പൂജയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ച സമയമൊക്കെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് എന്തോ ഒരു പ്രസാദം നമുക്ക് കിട്ടും. അവിടെ ക്യൂ വന്നിട്ട് പ്രസാദം മേടിക്കണം. പ്രസാദം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് തൊഴുത് നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകാം. അപ്പം അങ്ങനത്തെ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ നാഗദോഷങ്ങൾ നിങ്ങൾക്ക് മാറാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, മാറാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ബുക്കിംഗ് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈറ്റിൽ കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പോൾ അവിടെ ഇതുപോലെ എവിടെയൊക്കെ പോയിട്ട് നാഗദോഷം തീരണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി പരീക്ഷിക്കാവുന്നതാണ്. കാരണം 4500 രൂപയുള്ളൂ അതിൻ്റെ ഈ സർപ്പ സംസ്കാര പൂജയ്ക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതിന് ദക്ഷിണ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കൊടുത്താൽ മതി പുള്ളിക്ക്. നമുക്ക് വരുന്ന പൂജാരിക്ക് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം.
പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഹോട്ടൽ മാത്രം എടുത്താൽ മതി. ഹോട്ടൽ അവിടെ പല റേഞ്ചിലുള്ള ഹോട്ടൽസ് ഉണ്ട്. അത് മുൻകൂട്ടി നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്തിടാം. ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ടെമ്പിളിൻ്റെ തന്നെ ഇതുണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതെല്ലാം ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് സർപ്പദോഷങ്ങൾ മാറാത്തുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ പരീക്ഷ നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവർക്കും നല്ല വരട്ടെ.